+1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികളും രക്ഷിതാക്കളും നിരവധി തവണ ചോദിച്ചിട്ടുള്ള ട്രാൻസ്ഫറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ട്രാൻസ്ഫറിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. ജൂലൈ 19-ാം തീയതി മുതൽ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC റിസൾട്ട് വന്നതിന് ശേഷം എല്ലാ കുട്ടികളും തന്നെ +1 പ്രവേശനം നേടിക്കഴിഞ്ഞു എന്ന് കരുതുന്നു. +1 അല്ലെങ്കിൽ VHSC മറ്റുള്ള മേഖലകളിലേക്ക് പോയ കുട്ടികളും ഉണ്ടാകും. ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികൾക്ക് ഉള്ള അവസരമാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് രണ്ട് രൂപത്തിൽ പറയാം. ഒന്ന്, കോമ്പിനേഷൻ അല്ലെങ്കിൽ കോഴ്സ് അവർക്ക് വേണമെങ്കിൽ മാറാനുള്ള അവസരം ഈ ഘട്ടത്തിലുണ്ട്. ഒപ്പം തന്നെ സ്കൂൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്കൂളിന് പുറമെ മറ്റ് സ്കൂളിനകത്ത് ഒഴിവുകൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ നൽകാവുന്നതാണ്. ഇത് രണ്ടും ചേർത്ത് സ്കൂൾ മാറുന്നു, ഒപ്പം കോമ്പിനേഷനും മാറുന്നു. അങ്ങനെയും നമുക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. അങ്ങനെ 3 തരത്തിലുള്ള ട്രാൻസ്ഫറുകളിലേക്ക് ആണിപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. 19-ാം തീയതി മുതൽ ഓൺലൈനായി നമുക്ക് അപേക്ഷിക്കാം. അതിനുള്ളിൽ കൃത്യമായി ഇതിൻ്റെ ഒഴിവുകൾ, ഏതൊക്കെ സ്കൂളിനകത്ത് ഒഴിവുകളുണ്ട്, ഈ ഓരോ കോമ്പിനേഷനും അകത്തുള്ള ഒഴിവുകൾ എത്രയാണ് എന്ന് നിങ്ങൾക്ക് സൈറ്റിൽ കയറി നോക്കാവുന്നതാണ്. സൈറ്റ് നേരത്തെ നമ്മൾ ആദ്യഘട്ടം മുതൽ അപേക്ഷ നൽകുന്നത് മുതലുള്ള അതേ സൈറ്റിന് NHS CAP എന്ന് പറയുന്ന സൈറ്റിനകത്ത് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ വേക്കൻസി, നിങ്ങൾക്കുള്ള കോമ്പിനേഷൻ സ്കൂൾ വേക്കൻസി കൃത്യമായിട്ട് അതിനകത്ത് കാണിക്കും. ആ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. നേരത്തെ കൊടുത്ത പല കുട്ടികളും കമന്റിലൂടെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം, നേരത്തെ കൊടുത്ത ഓപ്ഷനുകൾ ഇന്ന് സ്കൂളിനകത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ നമ്മൾ നൽകിയിട്ടുള്ള ട്രാൻസ്ഫർ, ആദ്യത്തെ അപേക്ഷയിൽ നൽകിയിട്ടുള്ള ഓപ്ഷനുകളൊന്നും ഇവിടെ ബാധകമല്ല. ഇവിടെ നിങ്ങൾ പുതുതായിട്ട് നൽകുന്ന ഓപ്ഷനുകളാണ്. അപ്പോൾ ആ വേക്കൻസിക്ക് അനുസരിച്ച്, ഇനി വേക്കൻസി ഇല്ലാത്ത സ്കൂളിനകത്ത് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകുന്നതിൽ തെറ്റില്ല. കാരണം അവിടെ നിന്ന് കുട്ടികൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അവിടെ വേക്കൻസി തീർച്ചയായും വരും. അപ്പോൾ ആ നിലക്ക് കൃത്യമായി ഓപ്ഷനുകൾ നിങ്ങൾക്ക് താല്പര്യം, മാറാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷനുകൾ നൽകാം. കോമ്പിനേഷൻ മാറാനുള്ള കുട്ടികൾക്ക് അത്തരം കോമ്പിനേഷനുകൾ മാറാൻ, കാരണം 1 മാസത്തോളം പഠനത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നെങ്കിൽ, നിങ്ങൾക്ക് ഉദ്ദേശിച്ച ബ്രാഞ്ച് നേരത്തെ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആ ബ്രാഞ്ചിനകത്ത് ഒഴിവുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമാന്തരമായി സ്കൂളിനകത്ത് നേരത്തെ നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂൾ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ഓപ്ഷനുകൾ നൽകി അത് ഇതിനു വേണ്ടി ട്രാൻസ്ഫറിന് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. HS CAP എന്ന് പറയുന്ന സൈറ്റിൽ കയറി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ലിങ്കിലൂടെ നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. 25-ാം തീയതി ഇതിൻ്റെ ട്രാൻസ്ഫറിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിനകത്ത് നിങ്ങൾക്ക് മാറി ജോയിൻ ചെയ്യാവുന്നതാണ് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. 31-ാം തീയതി, ജൂലൈ 31-നുള്ളിൽ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനത്തിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി പ്രവേശനം അവസാനിക്കും. അപ്പോൾ അതിനിടയിലാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത്. അതുകൊണ്ട് പല തവണയായിട്ട് കുട്ടികൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നേരത്തെ ഉദ്ദേശിച്ച കോമ്പിനേഷനുകൾ ലഭിക്കാത്തവർ, ഉദ്ദേശിച്ച സ്കൂളുകൾ ലഭിക്കാത്തവർ, അവർക്കൊക്കെ ഈ ട്രാൻസ്ഫറിലൂടെ പുതുതായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. സംശയങ്ങൾ കമന്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞു നേരത്തെ ഒഴിവുകൾ നോക്കിയിട്ട് ഒഴിവുകളില്ലാത്ത സ്ഥലങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. അപ്പോൾ മാറാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തുക എന്ന് സൂചിപ്പിക്കുകയാണ്.